എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതെൻ്റെ മകൾ ലിമ്മ, എൻ്റെ ഹസ്ബൻഡ് ബിബിൻ, അവരുടെ കുട്ടി അഡോൺ ഇമ്മാനുവൽ. എൻ്റെ 7 വർഷത്തിന് ശേഷമാണ് എൻ്റെ മകൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി അവൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒക്ടോബർ 4-ാം തീയതി പരിശുദ്ധ അമ്മ അവൾക്ക് ഒരു ടീച്ചറായിട്ട് സ്കൂളിൽ ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. പക്ഷേ അവളുടെ ജോലി സ്ഥിരമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഏപ്രിൽ 1-ാം തീയതി ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൂടി 7 ദിവസത്തിനകം നിങ്ങൾക്ക് നടത്തി തരുമെന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ പറഞ്ഞു. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. ഏപ്രിൽ 1-ാം തീയതി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ഏപ്രിൽ 5-ാം തീയതി ശനിയാഴ്ച 2:30 മണിക്ക് എൻ്റെ മകൾക്ക് ജോലി ഓഫർ ലെറ്റർ കിട്ടി. പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഏപ്രിൽ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഇല്ല, ഇവർ ഖത്തറിലാണ്. മകൾ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ വെറുതെ ഉച്ചക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനിവിടെ ഇങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിറച്ചും ആളുകളിങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും അറ്റത്താണ്. പക്ഷേ ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛനായിരുന്നു ഇവിടെ ഈ സിസ്റ്ററിൻ്റെ സ്ഥാനത്ത്. ഇവിടെ കസേരയിൽ ഇങ്ങനെ അച്ഛൻ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആളുകളൊക്കെ ഇങ്ങനെ എന്തോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇതിൽ ആളുകളൊക്കെ എല്ലാവരും സാക്ഷ്യം പറയാതെ പോയി. ഞാൻ ഏറ്റവും മുമ്പിലായി. അച്ഛനിങ്ങനെ എൻ്റെ ഈ ഉടമ്പടി പേപ്പർ പിടിച്ചുകൊണ്ട് ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുമായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഇങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. മകളുടെ ജോലി കിട്ടിയ സാക്ഷ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി പരിശുദ്ധ അമ്മ അവിടെ നിന്ന് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ സാക്ഷ്യം തീർന്നിട്ടില്ല, ഇനിയും എനിക്ക് പറയാനായിട്ടുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. പിന്നെയും അമ്മ അവിടെ പോയി അങ്ങനെ ഇരുന്ന് നല്ല സന്തോഷത്തോടുകൂടി സാക്ഷ്യം കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിയും ഞാൻ ഇങ്ങനെ ഉണർന്നു. അപ്പോഴാണ് ഞാൻ സ്വപ്നം കണ്ടതായിട്ട് ഞാനിതായത് ഇപ്പോഴും എനിക്ക് നല്ല ആ ഒരു അനുഭവം ഇങ്ങനെയുണ്ട്. രണ്ടാമതായിട്ട് എൻ്റെ മകന് ബാങ്കിലെ ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്